ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നോ രണ്ടോ പേർ സന്യാസ് വഴി തിരഞ്ഞെടുത്താൽ തന്നെ അത് വലിയ കാര്യമായി കാണുന്ന ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ നിന്ന് 8 പേർ വൈദികരായി ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് അമേരിക്കയിലെ ഒരു കത്തോലിക്ക കുടുംബം. അർക്കൻസാസ് സ്വദേശികളായ ആൻജി എൽസറിന്റെയും റോക്കിലെ പ്രശസ്ത ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ജോസഫ് എൽസറിന്റെയും കുടുംബമാണ് ഇന്ന് ആഗോള കത്തോലിക്ക സമൂഹത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഇവരുടെ 2 മക്കൾക്ക് പുറമെ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളായ 6 പേർ കൂടിയടങ്ങുന്നതാണ് ഈ വലിയ വൈദിക നിര. ഇതിനു പുറമെ കുടുംബത്തിലെ മറ്റു ചില യുവാക്കൾ കൂടി ഇപ്പോൾ സെമിനാരിയിൽ വൈദിക പരിശീലനം നേടുന്നുമുണ്ട്. കിൻഡർ ഗാർഡൻ മുതൽ ഹൈസ്കൂൾ വരെ എല്ലാ മക്കളും കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചത്. ഈ വിദ്യാലയ അന്തരീക്ഷമാണ് മക്കളിൽ ദൈവവിളിയുടെ ആദ്യ വിത്തുകൾ പാകിയതെന്ന് അവർ പങ്കുവയ്ക്കുന്നു. മൂത്ത മകൻ സ്റ്റീഫൻ എൽസർ വെറും 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തനിക്കൊരു വൈദികനാകണമെന്ന ആഗ്രഹം മാതാപിതാക്കളോട് പങ്കുവച്ചിരുന്നു. പഠനത്തിന് ശേഷം 2028 ജൂൺ 2-നാണ് സ്റ്റീഫൻ വൈദികനായി അഭിഷിക്തനാകുന്നത്. സഹോദരൻ സെമിനാരിയിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് ഇളയ സഹോദരൻ ക്രിസ്റ്റഫറിന്റെ മനസ്സിലും വൈദികനാകാനുള്ള ആഗ്രഹം മുട്ടിട്ടത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പള്ളിയിൽ അൾത്താരബാലനായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയത് ക്രിസ്റ്റഫറിന്റെ ദൈവവിളിയെ കൂടുതൽ ഉറപ്പിച്ചു. തങ്ങളുടെ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ വീട് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരുന്നതായി ആൻജി ഓർക്കുന്നു. കുടുംബമായി ദിവസവും നടത്തിയിരുന്ന ദിവ്യകാരുണ്യ ആരാധനയാണ് ക്രിസ്റ്റഫറിനെ പൗരോഹിത്യത്തിലേക്ക് ആകർഷിച്ചത്. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന സമയമാണ് ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളാണ് ഫാദർ ക്രിസ്റ്റഫർ തന്റെ ആദ്യ കുർബാന അർപ്പണത്തിൽ പങ്കുവച്ചത്. പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ദിവ്യകാരുണ്യമാണ് തന്റെ ജീവിതത്തിന്റെയും ദൈവവിളിയുടെയും ഹൃദയമെടുപ്പെന്ന് ഫാദർ ക്രിസ്റ്റഫർ വിശേഷിപ്പിച്ചു. ഈ 2 സഹോദരന്മാർക്ക് പുറമെ ഇവരുടെ കുടുംബത്തിൽ വലിയൊരു വൈദിക നിര തന്നെയുണ്ട്. മുത്തശ്ശിയുടെ സഹോദരൻ ഫാദർ ബിൽ ഷുമാൻ, അമ്മാവൻ ഫാദർ ജിൻ ഷെഫർ, ബന്ധുക്കളായ ഫാദർ ബിൽ ഹോഡ്സൺ, ഫാദർ ബിൻ ആൻഡ്രൂമെറ്റ് എന്നിവരും ആൻഡ്രൂ ഷെഫർ എന്ന സെമിനാരി വിദ്യാർത്ഥികളുമാണ്. ഫാദർ ജോസഫ് ബിറ്റ്സ്, അമ്മാവൻ ഫാദർ ബിൽ എൽസൺ എന്നിവരും വൈദികരാണ്. മുതിർന്ന വൈദികരുടെ മാതൃകാപരമായ ജീവിതം ചെറുപ്പം മുതൽക്കേ ഈ 2 സഹോദരന്മാർക്കും വലിയ പ്രചോദനമായിരുന്നു. ഒരു ദൈവവിളി മറ്റൊന്നിന് വഴിയൊരുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കുടുംബം സമ്മാനിക്കുന്നത്.